2 പത്രോസ് അധ്യായം 3. പ്രിയരെ, ഇത് നിങ്ങൾക്കുള്ള എൻ്റെ രണ്ടാമത്തെ ലേഖനമാണ്. ചില കാര്യങ്ങൾ അനുസ്മരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പരമാർത്ഥ ഹൃദയത്തെ ഉണർത്തുന്നതിനാണ് ഇവ രണ്ടും ഞാൻ എഴുതിയത്. വിശുദ്ധ പ്രവാചകർ മുൻപ് പറഞ്ഞ വചനങ്ങളും നമ്മുടെ കർത്താവും രക്ഷിതാവുമായവൻ അപ്പോസ്തലന്മാരിലൂടെ നൽകിയ കൽപ്പനയും നിങ്ങൾ ഓർക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അന്ത്യകാലത്ത് പരിഹാസം ചൊരിഞ്ഞും സ്വന്തം ദുർമോഹങ്ങളെ പിന്തുടർന്നും കൊണ്ട് പരിഹാസികൾ വരും എന്ന് നിങ്ങൾ ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളുവിൻ. അവിടുത്തെ പ്രത്യക്ഷതയുടെ വാഗ്ദാനം എവിടെ? പിതാക്കന്മാർ നിദ്ര പ്രാപിച്ച ശേഷവും എല്ലാം ലോക സൃഷ്ടിയുടെ ആരംഭത്തിൽ ആയിരുന്നതുപോലെ തന്നെ തുടരുന്നുവല്ലോ എന്ന് അവർ പറയും. എന്നാൽ പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ആകാശം സൃഷ്ടിക്കപ്പെടുകയും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഭൂമി ഉളവാക്കപ്പെടുകയും ചെയ്തുവെന്നും അന്നത്തെ ലോകം അതേ വെള്ളത്താൽ തന്നെ പ്രളയത്തിൽ മുങ്ങി നശിച്ചുവെന്നും അവർ മനഃപൂർവ്വം മറന്നുകളയുന്നു. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി ന്യായവിധിയുടെയും ഭക്തികെട്ട മനുഷ്യരുടെ നാശത്തിന്റെയും ദിവസത്തിലേക്ക് സൂക്ഷിച്ചിരിക്കുന്നു. എന്നാൽ പ്രിയരെ, ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്. കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ആകുന്നു. ചിലർ താമസം എന്ന് ചിന്തിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനം നിറവേറ്റുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവിടുന്ന് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുകയാണ്. എന്നാൽ കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള സകലവും എരിഞ്ഞു പോവുകയും ചെയ്യും. ഇങ്ങനെ സകലതും നശിച്ചു പോകുവാനുള്ളതാകയാൽ ദൈവത്തിന്റെ ദിവസത്തിനായി കാത്തിരുന്നും അതിനെ ത്വരിതപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുള്ളവരായിരിക്കണം. നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുമുള്ളവരായിരിക്കണം. ആ ദിവസത്തിൽ ആകാശം അഗ്നിയാൽ നശിക്കുകയും മൂലവസ്തുക്കൾ ഉഗ്രതാപത്തിൽ ഉരുകിപ്പോവുകയും ചെയ്യും. നാമോ അവിടുത്തെ വാഗ്ദാനപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടി കാത്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കുന്നതുകൊണ്ട് അവിടുന്ന് നിങ്ങളെ സമാധാനത്തോടെ കറയും കളങ്കവും ഇല്ലാത്തവരായി കാണുവാൻ ഉത്സാഹിപ്പിൻ. നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമ രക്ഷ എന്ന് വിചാരിപ്പിൻ. ഇങ്ങനെ തന്നെ നമ്മുടെ സഹോദരനായ പൗലോസും തനിക്ക് ദൈവം നൽകിയ ജ്ഞാനത്തോടെ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അദ്ദേഹം തന്റെ എല്ലാ ലേഖനങ്ങളിലും ഈ കാര്യങ്ങളെപ്പറ്റി എഴുതിയിരിക്കുന്നു. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ള ചില കാര്യങ്ങളുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരചിത്തരുമായ ചിലർ മറ്റു തിരുവെഴുത്തുകളെ എന്ന പോലെ ഇവയെയും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. അതുകൊണ്ട് പ്രിയരെ, നിങ്ങൾ ഇത് നേരത്തെ അറിഞ്ഞിരിക്കയാൽ അധർമ്മികളുടെ തെറ്റിലകപ്പെട്ട് സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വർദ്ധിച്ചു വരുവിൻ. അവിടത്തേക്ക് ഇപ്പോഴും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ.